ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾ ട്രേഡ് ചെയ്താൽ എന്തുണ്ടാവും? ആഷിമിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആഷിം കഴിഞ്ഞ ബാച്ചിൽ ഇതൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളാണ്. അതെങ്ങനെ ഉണ്ടായിരിക്കും ആഷിമെ? ലോസ് ആയിരിക്കും. ട്രേഡ് ചെയ്യണോ? ഇമോഷൻ കൺട്രോൾ ചെയ്യാത്ത ആൾ ട്രേഡ് ചെയ്യണോ? ഇല്ല, ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. വേണ്ട, ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഓരോരുത്തർ ഇപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത് ട്രേഡ് റൂട്ട് മലയാളത്തിനെ കുറിച്ച് തുടങ്ങുന്നതിനേക്കാളും മുന്നേ. ഓക്കെ, ഞാനിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എനിക്ക്. ട്രേഡ് റൂട്ട് മലയാളം എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോമാണ്, ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ലേണിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് മലയാളത്തിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? എല്ലാവർക്കും പറയാം നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അത് ട്രേഡ് റൂട്ട് മലയാളം എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നിലനിൽക്കുന്ന പല പ്ലാറ്റ്ഫോമുകളുടെയും പ്രത്യേകത എന്താണ്? ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻട്രാക്ഷനോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതാണ്, പറയാൻ പറ്റുമോ? പറയൂ. പെയ്ഡ് ആയിരിക്കും. ഓക്കെ. രണ്ട് എന്താ? കുറിച്ചിട്ടാണ് കൂടുതലും പറയണ്ടാവുക. എല്ലാവരും പ്രോഫിറ്റിനെ കുറിച്ചായിരിക്കും കൂടുതലും പറയണ്ടാവുക. ഓക്കെ, 2, 3 റെക്കോർഡ് ക്ലാസ്സുകൾ കൂടുതലായിട്ട് ഓരോരുത്തർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 4. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ തുടക്കക്കാർ, അതായത് ട്രേഡിങ്ങിനെ പറ്റി അത്ര അധികം അറിയാത്ത ഒരാള് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന റെഫറൽ ഇൻകം, അത് ആ ഒരു ബെനിഫിറ്റ് ആവും അവരെ ഒരു പ്രധാന ഉദ്ദേശം. ഓക്കെ, 5 അടുത്ത് ലൈവ് ട്രേഡിംഗ് ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയാൻ വെച്ചത്. ലൈവ് ട്രേഡിംഗ് അല്ല. എന്താണ് ലൈവ് ട്രേഡിംഗ്? ക്ലാസ് കിട്ടില്ല നിങ്ങൾക്ക് കേട്ടോ. ലൈവ് ട്രേഡിംഗ് തരുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മലയാളത്തിൽ ലൈവ് ട്രേഡിംഗ് തരുന്ന ആളുകൾ ആരൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. ലൈവ് ട്രേഡിംഗ് ക്ലാസ് കിട്ടില്ല. ആരെങ്കിലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട് ഇവിടെ? ആരൊക്കെ ഉണ്ട്? ലൈവ് ട്രേഡിംഗ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ ആരൊക്കെ ഉണ്ട്? കിട്ടാറില്ല, ലൈവ് ട്രേഡിംഗ് ക്ലാസ് കിട്ടാറില്ല. അപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂണിക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ട്രേഡിംഗ് ക്ലാസ് ആണ്. ലൈവ് ട്രേഡിംഗ് ക്ലാസ് അല്ലേ മൂസക്ക? അല്ലേ? അതെ, അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല, എൻ്റെ അറിവിലില്ല. അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ലൈവ് ട്രേഡിംഗ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ചാനൽസോ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ലൈവ് ട്രേഡിംഗ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ലൈവ് ട്രേഡിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അതാണ് നമ്മുടെ യൂണിക്നെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? നേരത്തെ ഇവിടെ പറഞ്ഞു, എല്ലാവരും പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ട്രേഡ് എടുത്ത ആളുകൾ മാത്രം പറഞ്ഞാൽ മതി. ലോസിനെ പറ്റി. എങ്ങനെ ലോസിനെ പറ്റി? ലോസ് എന്തായാലും വരും. ലോസ് മിനിമൈസ് ചെയ്യുന്നതിനെ പറ്റി. ലോസ് കുറയ്ക്കുന്നതിനെ പറ്റി. ഞാൻ ലോസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, ലോസ് മിനിമൈസ് ചെയ്യുന്നതിനെ പറ്റി, ലോസ് കട്ട് ചെയ്യുന്നതിനെ പറ്റി. എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എനിക്കറിയാം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അറിയാം. ഞാൻ എത്രത്തോളം ഇവിടെ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. അല്ല ആഷിമേ? ഇതൊന്നും ബാധിക്കില്ല. നിങ്ങളൊക്കെ സ്ട്രാറ്റജിയും പ്രോഫിറ്റിനും മാത്രം കുറിച്ചിട്ടാണ് മാത്രം വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നേരത്തെ മൂസ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത്? മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്. അത് പല പ്ലാറ്റ്ഫോമുകളുണ്ട്, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും അതിലെന്തോ അത്ഭുതം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കും. ആ അത്ഭുതം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുന്നത് നിങ്ങളെല്ലാവരും. അല്ലാന്ന് പറയാൻ പറ്റുമോ? അവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ലേ? ആരും ഉണ്ടെന്നില്ലല്ലോ. നിങ്ങളോട് അത്ഭുതം സൃഷ്ടിക്കാവുന്ന ആളുകളല്ലേ? അല്ലേ? അങ്ങനെയായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ലൈവിൽ ജോയിൻ ചെയ്തപ്പോഴാണ് കാര്യം അതല്ലാന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ട്രേഡ് റൂട്ട് മലയാളത്തിന്റെ ലൈവ് ട്രേഡിങ്ങിലോ ക്ലാസ്സിലോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പരാജയപ്പെടുന്നതാണ്. അല്ല ആഷിമേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അല്ലേ? അതെ, നിങ്ങളെല്ലാവരും പരാജയപ്പെടുന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരാജയം കണ്ടിട്ടുണ്ടല്ലോ. ആദ്യം എടുത്ത് ഒരാഴ്ച നമ്മൾ ട്രേഡ് അന്തസ്സായിട്ട് നമ്മൾ ഒരാഴ്ച ട്രേഡ് നമുക്ക് ലോസ് വന്നു. നമ്മൾ റിക്കവർ ചെയ്ത് എത്ര ട്രേഡ് കൊണ്ടാണ് റിക്കവർ ചെയ്തത്? ആർക്കെങ്കിലും അറിയോ?
മുഴുവൻ ട്രേഡ് എടുത്തിട്ടില്ല ഹാഷിം, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പറയാം, നമ്മൾ റിക്കവർ ചെയ്തത് വെറും 6 ട്രേഡ് കൊണ്ടാണ്. നല്ലൊരു ട്രേഡ്, ഒറ്റ നല്ല ട്രേഡിൽ വന്നിരിക്കുന്ന ആളുകളുടെ പലരും ഉണ്ട് ഇവിടെ. ഒറ്റ ട്രേഡ് കൊണ്ട് $25, $30 ഒക്കെ എടുത്ത ആളുകളുണ്ട് ഇവിടെ, എനിക്കറിയാം. ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഇൻജെക്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ട്രേഡ് റൂട്ട് മലയാളം നിങ്ങൾക്ക് ഇൻജെക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രതീക്ഷകളെ മുഴുവൻ തകർക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷങ്ങളോടെ ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ട്രേഡ് റൂട്ട് മലയാളം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും ലോസ് സംഭവിക്കും. ആ ലോസിനെ ഇവിടെ ഇരിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, ലക്ഷങ്ങൾ കൊണ്ട് മാർക്കറ്റിൽ കളഞ്ഞുള്ളത്. അതിനെ കട്ട് ചെയ്ത് നല്ല ട്രേഡ് വരുന്ന സമയത്ത് നമ്മളതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തും. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യലാണ് ട്രേഡ് റൂട്ട് മലയാളത്തിൻ്റെ സ്റ്റൈല്. ട്രേഡ് റൂട്ട് മലയാളം സ്ട്രാറ്റജി പഠിപ്പിക്കുന്നില്ല. ട്രേഡ് റൂട്ട് മലയാളം ഇവിടെ സക്സസ്ഫുൾ ആവുന്ന ആരോടും പറയുന്നില്ല. ട്രേഡ് റൂട്ട് മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ട്രേഡ് റൂട്ട് മലയാളം പഠിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ട്രേഡ് റൂട്ട് മലയാളത്തിൻ്റെ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ ഇത്ര കാലത്തിന് പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു, അന്നേ സക്സസ്ഫുള്ളിൻ്റെ തുടക്കം സംഭവിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ട്രേഡ് റൂട്ട് മലയാളം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ഇനിയുണ്ട്, പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് നമ്മൾ ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. രണ്ടാമത് എന്താണ്, ഇതൊരു ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അത് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ് ആണ്. ഇന്നലെ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാത്ത അഡ്വാൻസ് കാര്യങ്ങളുണ്ട്. ഉണ്ടോ അതിൽ? ഉണ്ടോ? ആരെങ്കിലും ആൾ പറയും ഇല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാത്ത അഡ്വാൻസ് കാര്യങ്ങൾ നിങ്ങൾ പലതും പഠിച്ചു കഴിഞ്ഞു. ഉണ്ടോ ആഷിമേ? അല്ലെങ്കിൽ വേറെ ആഷിമിനോട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആഷിമ് കഴിഞ്ഞ ബാച്ചിൽ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ആൾക്ക് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾ ഒരാഴ്ചയായിട്ട് ലൈവ് ട്രേഡിൽ ജോയിൻ ചെയ്ത ആളുകൾ പഠിച്ചിട്ടില്ലേ? ലൈവ് ട്രേഡിൽ പഠിച്ചിട്ടില്ലേ? അതിൽ ആദ്യത്തെ കാര്യം നിങ്ങൾ പഠിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള മാറ്റമായിരിക്കും, അല്ലേ? സൈക്കോളജിക്കലായുള്ള മാറ്റമായിരിക്കും നിങ്ങൾ ആദ്യത്തെ കാര്യം പഠിച്ചത്. വെദർ യു ആർ പ്രോഫിറ്റബിൾ ഓർ എന്താണ്, പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നല്ല അവിടെ പഠിച്ചിരിക്കുന്നത്, സൈക്കോളജിക്കലായുള്ള മാറ്റമാണ്, അല്ലേ? നല്ലൊരു മാറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഡ്വാൻസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അഡ്വാൻസ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റ ആഴ്ചയോടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ് കിട്ടും. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജീസ്, ഞാനിതൊക്കെ പറഞ്ഞതാണ്, ആഷിമിന് ബോറടിക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ഒരുപാട് കിട്ടും യൂട്യൂബിൽ. നിങ്ങൾക്ക് അതിലൊരു സ്ട്രാറ്റജി പിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ. മര്യാദയ്ക്ക് അതിൽ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അത് അനുവദിക്കാത്തത്. ആ മൈൻഡ് സെറ്റ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ വന്ന ആളുകൾ, ഇത് പുതിയ ബാച്ച് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ഇതിൽ പഴയതിരിക്കുന്ന ആഷിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആഷിമിൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ പേര് പറയുന്നത്. അപ്പോൾ പുതിയ വന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഒരു മാറ്റം മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? മാറ്റം മനസ്സിലായില്ലേ? അതാണ് എൻ്റെ അഡ്വാൻസ്. ബേസിക് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബേസിക്. അതിൻ്റെ ഉള്ളിലെല്ലാം മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പതുക്കെ പഠിപ്പിക്കുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇവിടെ സ്ട്രാറ്റജി പ്രതീക്ഷിച്ച് ആരും വരരുത്, ഒരു ദിവസം കൊണ്ട് സക്സസ് പ്രതീക്ഷിച്ച് ആരും വരരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. എന്താണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? 2 പാർട്ടായിട്ടാണ്. ഒന്ന് തിയററ്റിക്കലും 2 പ്രാക്ടിക്കലും. തിയററ്റിക്കൽ എന്ന് പറഞ്ഞതും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് തരിക. ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ തരൂ. ആ നോളജ് പോരെ ആഷിം? പോരെ? അത് മതി, ആ നോളജ് മാത്രം മതി. ആ നോളജ് മാത്രം മതി നിങ്ങൾക്ക്. ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച പല കൺസെപ്റ്റുകൾ പലതും നമ്മൾ ലൈവ് ട്രേഡിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് ട്രേഡിലേക്ക് പോകാം. ഇത് ഞാൻ ഷ്രിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് കുറച്ച് വരുന്നത്. പല കൺസെപ്റ്റുകളും വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷെ അതൊന്നും വിസിബിൾ ആക്കിയിട്ടല്ല അവിടെ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ട്രേഡ് എടുക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ബേസിക്കായ കാര്യങ്ങളും ഒപ്പം നിങ്ങളുടെ സൈക്കോളജിയും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ട്രേഡ് എടുക്കുന്നത്. സൈക്കോളജിയും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ട്രേഡ് എടുക്കുന്നത്. തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കലാണ്. തിയററ്റിക്കൽ ക്ലാസ് നൽകുന്നത് ഇതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈവ്, എല്ലാവരോടും കൂടി പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലൈവ് ട്രേഡിംഗ് ആണ്. ലൈവ് ട്രേഡിങ്ങിൽ ലെക്ചറിങ് ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സനു അത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് കിട്ടും. അതിന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഞാൻ അവസാനം പറയാം. റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടൂ. എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടൂ.
അതുവരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ലൈവ് ട്രേഡിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഒരിക്കലും റെക്കോർഡ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ട്രേഡിൽ ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, മറ്റേ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല. നേരത്തെ നിങ്ങളെല്ലാവരും മറന്നുപോയ ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചു, മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ലൈവ് ട്രേഡിംഗിൽ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ജോസിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇപ്പൊ കിട്ടി. ഇപ്പൊ ജോയിൻ ചെയ്തതിനു ശേഷം ലൈവ് ട്രേഡിംഗ് തീർച്ചയായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ മലയാളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈവ് ട്രേഡിംഗ്. ഇവിടെ ഇരിക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നു, ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചൊരു ഒരാളുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ് കിട്ടും. റെക്കോർഡിംഗ് ക്ലാസ് തരും, കുഴപ്പമൊന്നുമില്ല. അതിന് കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ പാലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ് തരും, റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ഒക്കെ തരും. കണ്ടീഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഞാനിപ്പോഴും പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്, പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആർ ഗിവൺ ഡ്യൂറിങ് ദ ലൈവ് ട്രേഡ് സെക്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പഠിച്ച ബേസിക് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. കോംപ്ലിക്കേഷൻ ആയിരിക്കും ഞാൻ പറയുന്നത്, ചിലപ്പോൾ മനസ്സിലാക്കി ലൈവ് ട്രേഡിൽ ഇരുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഇരിക്കാത്ത ആളുകൾക്ക് കോംപ്ലിക്കേഷൻ ആവും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രേഡിംഗ് ടൈമിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ റിപ്പീറ്റേഷൻ വരും. റിപ്പീറ്റേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ട്രേഡിംഗ് സമയത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു ക്യാൻഡിലിൻ്റെ കാര്യം ലൈവ് ട്രേഡിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ട് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിയറിറ്റിക്കലായി എന്ത് കിട്ടിയോ അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ നടക്കുന്നത് ലൈവ് ട്രേഡിങ്ങിലാണ് വിത്ത് ട്രേഡിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ്. റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ് ഇമോഷൻ കൺട്രോൾ ആൻഡ് റിവ്യൂസ് ആർ മേജർ പാർട്ട് ഓഫ് ലൈവ് ട്രേഡിംഗ്. ആണോ? ഇതാണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? റിസ്ക് റിവാർഡ് ആണോ? ലൈവ് ട്രേഡിംഗിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ പറയും റിസ്ക് റിവാർഡ്. അതെ, വേറെ ആരെങ്കിലും പറയും? ജോസൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ആരും ഒന്നും പറയുന്നില്ല. റിസ്ക് റിവാർഡ് ആണോ? നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടോ? മണി മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് നടന്നിട്ടുണ്ടോ? ഇല്ലേ? ഇമോഷൻ കൺട്രോൾ നടന്നിട്ടുണ്ടോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇമോഷൻ കൺട്രോൾ നിങ്ങൾക്ക് പറ്റി നടന്നിട്ടുണ്ടോ? ഓക്കെ, റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ റിവ്യൂസ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ ബാച്ച് ആയതുകൊണ്ടാണ് റിവ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു ഫ്രൈഡേ മുതൽ നമ്മൾ റിവ്യൂസ് നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റിവ്യൂസ് ചെയ്യും. നിങ്ങൾ ആരും റിവ്യൂസിൽ പങ്കെടുത്തില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ക്ലാസ് ടൈമിൽ ഓരോ കഴിഞ്ഞ ട്രേഡ് എടുത്തതിൻ്റെയൊക്കെ ചെറിയ റിവ്യൂസ് നമ്മൾ പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും നിങ്ങൾ അതിലേക്ക് അത്ര കോൺസെൻട്രേഷൻ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ റിവ്യൂവിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇതാണ് മേജർ പാർട്ട് നമ്മുടെ റിസ്ക് റിവാർഡ്, മണി മാനേജ്മെൻറ്റ് ആൻഡ് ഇമോഷൻ കൺട്രോൾ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്? അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ മനസ്സിലായി. മനസ്സിലായിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് മേക്കിംഗ് ഈസ് നോട്ട് മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് കോഴ്സ്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാണ് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല ഇതിൽ മെയിൻ ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടാത്ത ആളുകളുണ്ടോ അതിൽ? ഇതിലിരിക്കുന്ന എനിക്കറിയാം, അവർ ചെയ്ത ട്രേഡ് അല്ലാതെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചെയ്ത ട്രേഡിൽ നമ്മൾ എന്ന് പറഞ്ഞ ട്രേഡ് റൂട്ട് ചാനലിൽ കൂടെ ലൈവ് ട്രേഡിൽ ചെയ്തതിൽ എല്ലാവരും പ്രോഫിറ്റാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ, അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ. എന്നിട്ടും ഞാനിത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ആ സിസ്റ്റം നിങ്ങൾ പഠിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ആ സിസ്റ്റം നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഒക്കെ ഹാപ്പി ആയിരിക്കും, കാരണം വെച്ചാൽ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. പക്ഷെ അതുപോലെ അല്ലായിരുന്നു അതിൻ്റെ പിന്നത്തെ ആഴ്ച, അല്ല ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലോസ് വന്നിരുന്നു. പലർക്കും കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുമ്പോൾ എന്താണ്ടാവുക? പലർക്കും കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുമ്പോൾ എത്ര ലോസ് വന്നു? കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നിട്ടും ആഷിമിന് എത്ര ലോസ് വന്നു? ആഷിമിന് ചിലപ്പോൾ ആയിരിക്കില്ല, മൊത്തം ടോട്ടൽ ഗ്രൂപ്പിൽ ഒരാൾക്ക് വന്ന മാക്സിമം ലോസ് എന്തായിരുന്നു? ഒരാഴ്ച കൊണ്ട് അവിടെ മാക്സിമം ഗ്രൂപ്പിൽ ഉണ്ടാക്കിയ ലോസ് എന്ന് പറയുന്നത് $12 മുതൽ $15 വരെയാണ് ഒരാഴ്ച കൊണ്ട്. നമ്മളൊരു ട്രേഡിൽ എത്ര എടുത്തു ജോസൻ? അല്ലെങ്കിൽ അൻവറിൽ ഇവിടെ ഒരു ട്രേഡിൽ എത്ര എടുത്തു? $19 എടുത്തു അല്ലേ? ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോഫിറ്റ് തരലല്ല. മാർക്കറ്റ് എപ്പോഴും നമുക്ക് അഗേൻസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും റീറ്റെയിൽ ട്രേഡേഴ്സാണ്, എപ്പോഴും നമുക്ക് അഗേൻസ്റ്റ് ആണ്. അപ്പോൾ ആ അഗേൻസ്റ്റ് വരുന്ന സമയത്ത് കട്ട് ചെയ്തിറങ്ങി നമുക്ക് ഫേവറബിളായ ഒരു സമയം അല്ലെങ്കിൽ ഫേവറബിളായ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിനെ റൈഡ് ചെയ്ത് കാശുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. അതിന് നമ്മൾ ഒരു സ്ട്രാറ്റജിയും പറയുന്നില്ല, ഒരു ഇതും പഠിപ്പിക്കുന്നില്ല.
എന്ന് വെച്ചാൽ സ്ട്രാറ്റജി ബേസ് ആയിട്ട് നിങ്ങൾ കാണുന്ന യൂട്യൂബിൽ പറയുന്ന പോലെ സ്ട്രാറ്റജി ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ എല്ലാം അതിങ്ങനെ അറിയാതെ നിങ്ങളിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പതുക്കെ, ഞാൻ വീണ്ടും പറയുന്നത് സ്ലോലി. അതങ്ങനെ തന്നെയല്ലേ? ഒരുപക്ഷെ ആഷിമിനൊക്കെ അറിയായിരിക്കും. ആഷിം കുറച്ചും കൂടി മുന്നേ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് എനിക്ക് അറിയില്ല എത്രത്തോളം അവർ ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ നമ്മളോട് സംസാരിച്ച ആളുണ്ടായിരുന്നു. ആരെ സംസാരിച്ചു വന്നിട്ട്? ബിജു അല്ല എന്നോട് സംസാരിച്ച ആൾ. SMC-നെ കുറിച്ച് സംസാരിച്ച ആൾ, കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ച ആൾ ബിജു അല്ലേ? അതെ സാർ, അതെ. അന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ബിജുവിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. ബിജു എന്നോട് പറഞ്ഞിരുന്ന സമയത്ത് എങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിരുന്നോ? ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാണിച്ചു തന്നിരുന്നോ? ഇല്ല, ഞാൻ ഇറങ്ങിയായിരുന്നു. അല്ല, ബിജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ട്രേഡിന്റെ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. ബിജു കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചാർട്ടിൽ വിസിബിൾ അല്ലായിരുന്നു. ഞാൻ എവിടെ വരയ്ക്കുകയോ, ഞാൻ ആകെ വരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചാർട്ടിൽ, അല്ലെ? അത് ഇന്നതാണ് എന്താണെന്നൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ബിജു പറയുന്ന ഒരു കൺസെപ്റ്റും ഞാൻ പറയുന്ന ഒരു കൺസെപ്റ്റും തമ്മിൽ മാച്ച് ചെയ്തിട്ടായിരുന്നു അന്ന്, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയായിരുന്നു, അല്ലെ? അപ്പൊ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജീസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉടനടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി കിട്ടും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എനർജി കിട്ടും. നിങ്ങൾ ലൈവായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനർജി കിട്ടും. നിങ്ങൾ നേരെ പോയി പരീക്ഷിക്കും. ഇവിടെ പരീക്ഷ ആളുകൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ സ്വയം ട്രേഡ് എടുത്ത് നഷ്ടം വന്ന ആളുകളുണ്ട്. ഇപ്പൊ തന്നെ രണ്ടുപേര് പറഞ്ഞു ഇവിടെ നഷ്ടം വന്ന ആളുകളുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ തലയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. അതും എനിക്കറിയാം. അപ്പൊ പിന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്തിനാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്? പറയണോ? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് ഞാൻ പറയണോ? ഞാൻ പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല. നിങ്ങൾക്കൊരു കോഴ്സ് തരികയും ആ കോഴ്സിന് ഒരു സ്റ്റൈൽ ഉണ്ടാക്കുകയാണ്. ഒരു സ്റ്റൈല്, ആ സ്റ്റൈല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈല് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് പതുക്കെ നിങ്ങൾക്ക് തരും. പതുക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ അഡ്വാൻസ് കൺസെപ്റ്റ് ആർക്കൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട്, ഇല്ലേ? ഏതാ കൺസെപ്റ്റ് എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൂന്നാല് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഒരാൾക്കും കൊടുക്കില്ല. ഇപ്പോൾ കൊടുക്കില്ല. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അഡ്വാൻസ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്, പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് എടുക്കുന്നത്, പല അഡ്വാൻസ് കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ ഡിസ്കസും ചെയ്യില്ല, കൊടുക്കില്ല. നമ്മൾ പറയുന്നത് ഈ ഒരു പോയിന്റിൽ വന്നപ്പോൾ സമയത്ത് എനിക്ക് സപ്പോർട്ട് കിട്ടി, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടി. ഏറ്റവും കോമൺ ആയ വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരോടും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം? ആർക്കും ജോയിൻ ചെയ്യാം. ഒരാൾക്കും ജോയിൻ ചെയ്യാനാണ് ഒരു കുഴപ്പമില്ല. ആകെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇവിടെ 2 പേരോട് ഞാൻ നിരുത്സാഹപ്പെടുത്തി. 3 പേരുണ്ട്. 3 പേരോട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൈക്കോളജിക്കലായ ഇഷ്യൂസ് കാരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ട്രേഡ് റൂട്ട് മലയാളം വെക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടോ അവിടെ, ഇല്ലേ? വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടോ? അത് ഫുള്ളി എഗ്രി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഇതിൽ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണ്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ടോട്ടലി എന്താണ് മനസ്സിലായത്? ആരെങ്കിലും ഒരാൾ പറയും. എല്ലാം കൂട്ടിയിട്ട് എന്താണ് മനസ്സിലായത്? എല്ലാം കൂടി എല്ലാ പോയിന്റും പറയണമെന്നല്ല. എല്ലാ പോയിന്റും പറയണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ വായിച്ചു തരാം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് മനസ്സിലായത്? ഇമോഷൻസ് കൺട്രോളും റിസ്ക് മാനേജ്മെന്റും ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞു. അതല്ല ട്രേഡ് റൂട്ട് മലയാളത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഞാൻ ചോദിച്ചത്. ആരൊക്കെ വായിച്ചു എന്ന് അറിയണ്ടേ? കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രമായിരിക്കും. ഓക്കെ, സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കാര്യം പറഞ്ഞാൽ മതി. എന്താണ് ടോട്ടൽ കാര്യം? എല്ലാം കൂടി അക്കൗണ്ട് എടുക്കണം. അതില് പൈസ ഇട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ബില്ലിംഗ് ആയിരിക്കും. ഓക്കെ, അതിനെ ഞാൻ സെക്കൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണാം. എല്ലാ ലൈവ് ട്രേഡിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതൊന്നല്ല ആക്ച്വലി. അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റൂൾ എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പോയിട്ട് ഗൂഗിൾ ഫോമിൽ ഒരു 10 പോയിന്റോളം എഴുതിയിട്ടുണ്ട്. എനിക്ക് പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. വായിച്ചു നോക്കിയിരുന്നോ? അഭിപ്രായ സർവേകൾ ഉണ്ടാവും. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ എത്ര തവണ പറഞ്ഞു. ഇതിൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ആരൊക്കെ ഉണ്ട്? ഹെഡ് ഗ്രൂപ്പിൽ ഫോളോ ചെയ്യാത്ത ആളായിരുന്നു ഇന്ന് വന്ന എത്ര ആളുകൂടെ കയറിയില്ലേ? രമേഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്? ഫോളോ ചെയ്തിട്ടില്ല?
പോൾ ചെയ്യുന്നുണ്ട്. പോൾ ചെയ്യാത്ത ആളുകൾ ആരൊക്കെയുണ്ട് ആ ഗ്രൂപ്പിൽ? ഇപ്പോഴത്തെ സ്ട്രെങ്ത് എത്രയെന്ന് അറിയോ? 55 പേരാണ് ഗ്രൂപ്പിലെ സ്ട്രെങ്ത്. 55 പേരാണെന്ന് നോക്കട്ടെ, 55 54 പേര്. ഓക്കെ, 50, മോർ ദാൻ 50. ഈ 50 പേരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 50 പേരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടാണ് വന്നത് അല്ലേ? നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എഗ്രി ചെയ്തിട്ടാണ് വന്നത്. ഇതും കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിലെന്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങളത് ഒരു പോളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആഷിമിനറിയാം ഞാൻ എൻ്റെ പോളിൻ്റെ ഒക്കെ സ്ട്രിക്ട്നെസ് എങ്ങനെയാണെന്നുള്ളത്. എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? ഓരോ പോള് കഴിഞ്ഞിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അപ്പയ്ക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ ആഷിം? പോള് സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ പോളില്ലാണ്ടാവും കുറച്ച് കഴിയുമ്പോ അത് ഉള്ള ടൈമിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്തുകൊണ്ടാണ് പോള് വെച്ചിരുന്നതെന്ന് ആഷിമിന് എന്താ തോന്നിയത്? ഞാൻ പറയണ്ട, ആഷിം പറഞ്ഞോളൂ. ആഷിം എനിക്ക് കാശ് തരാൻ, ഞാൻ ആഷിമിന് കാശ് തരാനൊന്നും ഇല്ല കേട്ടോ. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടപാട് പോലും ഇല്ല. എന്തുകൊണ്ടാണ്? ഡിസിപ്ലിനാണ്. ആ പോളുകൾ വായിച്ചു വാങ്ങിയിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല, കറക്റ്റ് കാര്യങ്ങളായിരിക്കുള്ളൂ. അത് സിമ്പിൾ ആണ്. ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് മാർക്ക് ചെയ്യാണ്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ ട്രേഡിംഗ് ക്ലാസ്സിലേക്ക് ഇരുത്തണോ? ആഷിമ വിട്ടു, ബാക്കിയുള്ള ആളുകൾ പറയും ആഷിം വിട്ടോ, ഇനി ആഷിമിന്റെ കാര്യം. അതില് താല്പര്യമില്ല അവരെ നിർത്തണം എന്നുള്ളതിൽ. ബാക്കി ആളുകൾ പറയും. ഇന്ന് ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ ഇവിടെ. ഞാനിപ്പോൾ പേര് പറയും, ഞാൻ ഫോളോ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നു. ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പറയൂ, കാരണം സമയമില്ല. ഇരുത്തണോ? സ്വയം പറയും. ഞാനിപ്പോൾ പേര് പറയും. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ട് ഒരാളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ആഷിമിനറിയാം. പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് പേര് ചെയ്യാം. എന്തുകൊണ്ടാണ്? നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടാന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിക്കാൻ പറ്റാത്ത ആൾക്ക് ട്രേഡിങ് ശ്രദ്ധിക്കാൻ പറ്റുമോ ആഷിമേ? പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെല്ലാം എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പോള് അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾ ആദ്യത്തെ കാര്യം തന്നെ വയലേറ്റ് ചെയ്യാണ്. ഞാൻ അതിന് റിപ്പീറ്റേഷൻ കൊടുക്കുകയാണ്. നിങ്ങളത് ചെയ്യുന്ന പറഞ്ഞിട്ട് നിങ്ങളോട് പറയാണ്. നിങ്ങൾ പ്രശാന്ത് പോയി വോട്ട് ചെയ്തു പോ, എടുക്കാനായിട്ട് അല്ലേ? പ്രശാന്ത് പോയി ചെയ്തില്ലേ? അത് 2 പോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ 1 ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുക, രണ്ട് സബ്ജക്റ്റാണ്. രണ്ട് സബ്ജക്ട്. ആദ്യത്തെ നിങ്ങൾ വീഡിയോ കാണാൻ, നിർബന്ധമായ വീഡിയോ കാണാൻ പറഞ്ഞിട്ടാണ്. ആ വീഡിയോയിൽ എന്തുകൊണ്ട് വീഡിയോ എന്ന് വെച്ചാൽ പുതിയ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. പുതിയെന്ന് വെച്ചാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ, അത് 2 ദിവസമായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് വളരെ ഈ കോഴ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അത് കാണാൻ പറഞ്ഞാണ്. രണ്ടാമത്തെ എന്താണ്, നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നത്. ഈ യെസ് ഓർ നോ പറയാൻ എന്താ ബുദ്ധിമുട്ട് അല്ലേ? വന്നതിന് ശേഷമാണ് ഗ്രൂപ്പിൽ ആഡ് ആയത്. അത് ഓക്കെ. ഞാൻ പുതിയ ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നു, അത് കുഴപ്പമുള്ള സംഭവമല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പഴയ ആളുകളെ ഞാൻ പറഞ്ഞു. അന്ന് 40 പേര് കണ്ടിട്ട് ആകെ അപ്പ ചെയ്ത് 18 പേരാണ്. പിന്നെ ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞിട്ട് അത് 28ക്ക് എത്തി. ബാക്കി 12 പേരെ ഞാൻ എടുക്കണോ? ഞാൻ പറയുന്നത്, ഇനി നിങ്ങളിൽ ഇരിക്കുന്നത്, ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നുള്ളത് എനിക്കറിയാം. ഇനി നിങ്ങളുടെ ആളുകൾ ഇരിക്കുന്ന ആളുകളുണ്ട്, മുന്നോട്ട് പോകണം അല്ലെങ്കിൽ മുന്നോട്ട് ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ കുറിച്ച് വെച്ചോ. ഇങ്ങനെയുള്ള പോളുകൾ വരും, എടുത്തു കളയും. നാളെ മുതൽ ഞാൻ അവർക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് ആരെങ്കിലും സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിന് വരട്ടെ എന്ന് വെച്ചിട്ടാണ്. ആകെ ഒരേ ഒരാളാണ് എന്നോട് പോളിൻ്റെ കാര്യത്തിൽ വന്ന് പറഞ്ഞത്. ഒന്നല്ല, ഷാ പറഞ്ഞു എന്നോട്. വേറൊരാളും കൂടി വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പങ്കെടുക്കാൻ പറ്റില്ല, ഇന്നതാണ് സംഭവം എന്നുള്ളത്. ഞാൻ അവളോട് ഷാ എന്തെങ്കിലും പറഞ്ഞോ? ഞാനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 2 പേര് എനിക്ക് മെസ്സേജ്, അതേ പറഞ്ഞു. വേറെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഷായുടെ കാര്യം എനിക്ക് ഓർമ്മ. പോളിന്റെ അല്ല, പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതന്നെയല്ലേ പറഞ്ഞത്, മാരേജ് ഫംഗ്ഷൻ, ട്രാവലിംഗ്. ഇതാണ് ആദ്യത്തെ റൂള്. ഇതാണ് ആദ്യത്തെ റൂൾ. എന്താണ്? നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലണ ഡിസിപ്ലിൻ ഒന്നുമല്ല. ആദ്യത്തെ റൂള് അതാണ്. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊല്ലുന്നല്ല. നിങ്ങൾ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ബാക്ക് ടെസ്റ്റും അതുപോലെ തന്നെ വരച്ചിടുക എന്നുള്ളത്. അതിന് ഗുണമുണ്ടോ? ആഷിം ഉണ്ടായിരുന്നോ? ഞാൻ ആഷിമിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഷിം ഞാൻ വീണ്ടും പറയുന്നു, പഴയ ക്ലാസ്സിലുള്ളതാണ്.
കൂടെ ഉണ്ടായിരുന്നോ? നല്ലോണം ഉണ്ടായിട്ടുണ്ട്. എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വരുന്ന സോറി, ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല കേട്ടോ, അവരിന്നോണ്ട് ചോദിക്കുന്നതാണ് ഞാൻ. ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. റെഗുലേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക. റൂളിൽ തന്നെയാണ് ഒരു അക്കൗണ്ട് എടുക്കുക, എക്സ്എംഎസിൽ ഒരു അക്കൗണ്ട് എടുക്കുക. നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചിട്ട് അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാമെന്നല്ല, ട്രേഡ് ചെയ്യുക. എനിക്കറിയാം നിങ്ങളൊക്കെ വന്നിരിക്കുന്ന പല ഉദ്ദേശം കൊണ്ടായിരിക്കും. കോഴ്സ് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് അങ്ങോട്ട് എപ്പോൾ കഴിയുന്നോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കുറേ മേഖലകളുണ്ട്. ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ബ്രോക്കേഴ്സ് ഉണ്ടാവും, അതിലൊക്കെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിനൊക്കെ ആയിരിക്കും വരിക. ഇപ്പൊ തന്നെ നിങ്ങൾ എന്നോട് എക്സ്എംഎസിൽ ട്രേഡ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും എടുക്കാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥ കുറവുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ചെയ്തോളൂ. പക്ഷെ ഞാൻ കഴിഞ്ഞ ബാച്ചിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റിന്റെ മാക്സിമമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ട്രേഡ് മലയാളത്തിന് നിങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച പോലെ തന്നെ, ഇങ്ങനെ ഒരു ലൈവ് ട്രേഡോ ലൈവ് ട്രേഡിംഗ് ക്ലാസ്സോ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, ആരും കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലരുടെയും വരുമാനത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ തരുന്നുണ്ട്, ഫ്രീ ഓഫ് കോഴ്സിൽ തന്നെയാണ് തരുന്നത്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞ ബ്രോക്കറിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക, അതിൽ തന്നെ ട്രേഡ് ചെയ്യുക. പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ ഇത് പറയുന്ന സമയത്ത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പലരും പല പ്ലാനിലായിരിക്കും വരിക. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതിയാവും. കാരണം ആ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു റിവാർഡ്. അതും വളരെ ചുരുങ്ങിയ റിവാർഡാണ്. വളരെ ചുരുങ്ങിയ റിവാർഡാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് തരുന്ന കമ്മിറ്റ്മെന്റിനുള്ള റിവാർഡാണ്, തിരിച്ചു കിട്ടുന്ന ഒരു കമ്മിറ്റ്മെന്റിനുള്ള റിവാർഡാണ്. വളരെ ചുരുങ്ങിയ റിവാർഡാണ്. ഇതിൽ അറിയാവുന്ന ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ അല്ല, ഇതുപോലെ പലരും ചെയ്തിട്ടില്ല. ഞാൻ വേറെ ഒന്നും ഒരു അഡീഷണൽ ഫീസും വാങ്ങിക്കുന്നില്ല. ട്രേഡ് മലയാളം അഡീഷണൽ ഫീസ് വാങ്ങിക്കില്ല. ഒരാളോടെങ്കിലും ചോദിച്ചിട്ടില്ല. ആഷിമ ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഒരാളോട് ചോദിച്ചിട്ടില്ല. ഒരാളോടും ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരാൾ വേണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം അത്രേ ഉള്ളൂ. അതിന് ഞാൻ തരുന്നൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഞാൻ തരുന്നൊരു വാഗ്ദാനം എന്ന് പറയാം. ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല, നാളെ ഞാൻ ഇല്ലാത്തൊരു സമയത്ത് ചിലപ്പോൾ ഗ്യാരണ്ടി ചിലപ്പോൾ ഇല്ലാതായിരിക്കും. ഞാൻ തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ലൈവ് ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി തരും. 2 അഡ്വാൻസ് കൺസെപ്റ്റുകൾ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു തരും. എനിക്കറിയാവുന്ന അഡ്വാൻസ് കൺസെപ്റ്റ്, എനിക്ക് ലോകത്തിലുള്ള എല്ലാ അഡ്വാൻസ് കൺസെപ്റ്റും അറിയില്ല, എനിക്കറിയാവുന്ന അഡ്വാൻസ് കൺസെപ്റ്റുകൾ ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾ അതിന് കമ്മിറ്റ്മെന്റ് ആയിരിക്കുക. ഓക്കെ ആണല്ലോ അല്ലേ? അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനും പോളിനാരും റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. ക്ലാസ് നേരം വഴുകുകയാണെങ്കിൽ സോറി. ഇപ്പം തന്നെ 2 മണിക്കൂറായി. ഫസ്റ്റ് ക്ലാസ്സൊക്കെ 4 മണിക്കൂറായിരുന്നു കഴിഞ്ഞിരുന്നത്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എക്സ്എംഎസിൽ ഓപ്പൺ ചെയ്യുക, അതിൽ തന്നെ ട്രേഡിങ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇതും ഞാൻ പറഞ്ഞ കാര്യമാണ്. കാരണം ട്രേഡ് റൂട്ട് മലയാളം വിൽ ബി പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഓൾ ജോയിനേഴ്സ് അണ്ടിൽ വെൻ ദേ വാണ്ട് ടു ട്രേഡിംഗ് റെക്കമെൻഡഡ് ബ്രോക്കർ. മനസ്സിലായല്ലോ എന്താണ് ട്രേഡ് റൂട്ട് മലയാളം എന്നുള്ളത്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്താണ് ട്രേഡ് റൂട്ട് മലയാളത്തിനെ കുറിച്ചിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ അല്ലേ? വേറെ ആരെങ്കിലും പറയും, ഒരാൾ മാത്രം സംസാരിക്കരുത്. ഓക്കെ, നെക്സ്റ്റിലേക്കാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് ട്രേഡിംഗ് എന്നുള്ളത്? എന്താണ് ട്രേഡിംഗ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് ട്രേഡിങ്ങിന്റെ കാര്യം പറയണ്ട. എന്താണ് ട്രേഡിംഗ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം എന്താ? ട്രേഡിംഗ് പറയും, ഒരാൾ പറയും. ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു കച്ചവടമല്ലേ, ഒരു ബിസിനസ് ആണ്. ആരാ പറഞ്ഞത്? എനിക്ക് ശബ്ദം കേട്ടുപോയി. മറഡോണ. പറഞ്ഞോ, എന്താണ് കച്ചവടം? എങ്ങനെയുള്ള കച്ചവടം? ഫോറക്സിലാവുമ്പോ കറൻസീസ് തമ്മിലുള്ള ഫോറക്സ് അല്ല ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ട്രേഡിംഗ് എന്നാണ്. ട്രേഡിംഗ് എന്ന് വെച്ച് കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് കൂടിയ വിലക്ക് വിൽക്കും. അല്ല, അടുത്ത ആൾ പറയും. ബിജോയ് ഒരു ഡിവൈസ് ഒരു സാധനം കൊടുത്തിട്ട് വേറെ സാധനം മേടിക്കുന്നു. ഓക്കെ, അടുത്ത് പറയും, വേറെ ആൾ പറയും. ബൈ ആൻഡ് സെല്ല്. ഓക്കെ, വേറെ കാര്യം പറയും. ഓക്കെ, ഞാൻ തന്നെ പറയാം. നിങ്ങളെല്ലാവരും കൂടിയിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ട്രേഡിങ്ങിന്റെ ആദ്യ രൂപം എന്താണെന്ന് അറിയാം? ബിഗിനിങ് ഫോം എന്തായിരുന്നു അറിയാം ആർക്കെങ്കിലും?
ബാർട്ടർ സിസ്റ്റം. ഇവിടെ എക്കണോമിക്സും അക്കൗണ്ടൻസിയും പഠിച്ച ആൾക്കാർ എന്തായാലും ഉണ്ടാവും വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ സയൻസ് പഠിച്ച ആൾക്കാർക്കൊന്നും ചിലപ്പോൾ എന്നാലും ഉണ്ടായിരിക്കും, അക്കൗണ്ടൻസി എക്കണോമിക്സ് ഒക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ബാർട്ടർ സിസ്റ്റം എക്കണോമിക്സ് അല്ല പഠിച്ചത്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്നാലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അറിയാം ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്. ഒന്ന് കൊടുത്ത് വേറൊന്ന് മേടിക്കാം. അതെ, വാല്യുബിൾ ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ അതിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനൊരു എന്തായിരുന്നു ഉണ്ടായത്? അതിനൊരു ഈക്വിലിബ്രിയം ഇല്ലായിരുന്നു. ഐ മീൻ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് നമ്മളൊക്കെ കേട്ട് പരിചയിച്ച കാര്യമാണ്. എനിക്ക് ആടാണുള്ളത്, പക്ഷെ എനിക്ക് വേണ്ടത് കോഴീനെ ആണെങ്കിൽ ആടിനെ കൊടുത്ത് കോഴീനെ വാങ്ങിക്കാണ് അല്ലേ? എത്ര എണ്ണം വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചു, ഇതൊരു കറക്റ്റ് വാല്യൂ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തതൊന്നും നമുക്കറിയില്ല. നമ്മളാരും ബാർട്ടർ സിസ്റ്റത്തിൽ ജീവിച്ച ആളുകളല്ല. അതാണ് ട്രേഡിങ്ങിന്റെ ആദ്യത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ അതൊരു ട്രേഡിംഗ് ആയിരുന്നു. പിന്നീടാണ് അവിടുന്ന് പണത്തിന്റെ കടന്നുവരവുണ്ടായത് അല്ലേ? പണം കണ്ടുപിടിച്ച സമയത്താണ് പണത്തിനൊരു മൂല്യം ഉണ്ടാവുകയും ആ മൂല്യം വെച്ചിട്ട് വസ്തുവിനെ അളക്കാൻ തുടങ്ങിയത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എക്കണോമിക്സ് പഠിച്ച ആളുകളുണ്ടല്ലേ ഇവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എക്കണോമിക്സ് പഠിച്ച ആളുകളുണ്ടോ? മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വലിയ കാര്യത്തിൽ പെടുന്ന വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ആരാളുള്ള എക്കണോമിക്സ് പഠിച്ച ആള്? ആരുമില്ല. ആരാള് അക്കൗണ്ടൻസി പഠിച്ച ആളാരാള്? ഒരാള് പോലും ഇല്ല. കല്ലെടുത്ത് അക്കൗണ്ട്സ് പഠിച്ച ആളല്ലേ? അപ്പൊ എന്താണ് സംഭവം? ആണോ? മൂല്യം കണ്ടുപിടിക്കുന്ന പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? എക്കണോമിക്സിൽ ഇത്രയാണ് കൂടുതൽ പറയുന്നുണ്ടത്. പഠിച്ചിട്ടുണ്ടോ? എന്താ മിണ്ടാത്ത? റിപ്ലൈ എടുക്കാത്തല്ല, ഞാൻ വെറുതെ എന്തെങ്കിലും പറയണ്ട വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ. പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. എനിക്കൊരു ഫ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ ക്ലാസിന്റെ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ററാക്ഷൻ ആണ്. അതിന് ഫ്ലോ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇത് വേണം. കാരണം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മുഴുവൻ മണ്ടത്തരാണെന്നാണ്. ഞാൻ വലിയ മണ്ടത്തരാണോ നിങ്ങളോട് പറയുന്നതാണ് എനിക്ക് ടെൻഷൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ടെൻഷൻ വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആരെ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, നാളെ ഇത് പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ട്, ഓക്കെ. ഐ മീൻ പണത്തിനൊരു മൂല്യം വരികയും ആ മൂല്യം വെച്ച് നമ്മൾ വസ്തുക്കളെ അളക്കാൻ തുടങ്ങി അല്ലേ? നമ്മൾ വസ്തുക്കളെ അളക്കാൻ തുടങ്ങി. ആ വസ്തുവിന് ഇത്ര പണം വേണം, അല്ലെങ്കിൽ ഇത്ര രൂപ വേണം. പണം എന്ന് പറയുന്നത് ഞാൻ ഓരോ പണത്തിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ. ഇത്ര വേണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരുന്നത് അല്ലെ? വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പല സിസ്റ്റങ്ങൾ മാറിയിട്ടുണ്ട്. ഗോൾഡ് വന്നിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? ഗോൾഡ് വന്നിട്ടുണ്ട്. നമ്മളിതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. ചെറുപ്പത്തിൽ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഗോൾഡ് വന്നിട്ടുണ്ട്, പിച്ചള വന്നിട്ടുണ്ട്, ചെമ്പ് വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററി ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയി ഹിസ്റ്ററി കാണുന്ന പണത്തിന്റെ രൂപത്തിലേക്ക് എത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സമയത്ത് നമുക്ക് മൂല്യം വരികയും ആ മൂല്യത്തിനനുസരിച്ച് പണത്തിന് വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അല്ലേ? പണമല്ലേ മൂല്യം വരുമ്പോൾ എന്ന് വെച്ചാൽ അതിലൊരു മീഡിയേറ്റർ എന്തായി? പണമായി അല്ലേ? മീഡിയം പണമായി അല്ലേ? എന്ന് വെച്ചാൽ ഞാനൊക്കെ വാഴക്കൊലയുടെ കഥ പറയുന്നില്ല എന്ന് പറഞ്ഞതാണ് ഓൾറെഡി. എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്. ആ സാധനം എനിക്ക് മാർക്കറ്റിൽ പോയി വിൽക്കണം. എപ്പോൾ വിൽക്കാനാണ് നമുക്ക് ആഗ്രഹിക്കുക? ഏറ്റവും കൂടുതൽ നോർമലി ആഗ്രഹിക്കുക എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്തല്ലേ നമ്മൾ ആഗ്രഹിക്കുക അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആഗ്രഹിക്കുക. തിരിച്ച് നമ്മൾ വാങ്ങിക്കാൻ എപ്പോഴാണ് ഉദ്ദേശിക്കുക? ഏറ്റവും കൂടുതൽ സപ്ലൈ വില കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില എങ്ങനെ കുറയാ? കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കറിയാം, തക്കാളി ഇവിടെ എല്ലാവർക്കും അറിയാം. തക്കാളിയുടെ ഒരു 3-4 മാസം മുന്നേ തക്കാളിയുടെ വില എത്രയായിരുന്നു? 150, 100 ആയിരുന്നു അല്ലേ? അറിയാവുന്നല്ലേ? ഇവിടെ ഗൾഫിൽ അല്ലേ? തക്കാളിയുടെ ഇപ്പോഴത്തെ വില ഇന്ന് ഞാൻ മേടിച്ചൊരു കിലോ തക്കാളിക്ക് വന്ന് 40 രൂപയാണ്. 40 രൂപ ഇല്ലായിരുന്നു, ഇപ്പൊ 40 രൂപയാണ്. ഏകദേശം 25 രൂപ ആയിരുന്നു കഴിഞ്ഞ മാസമൊക്കെ വന്നിരുന്നു. ഇന്ന് ഞാൻ വാങ്ങിച്ചത് 40 രൂപയ്ക്കാണ്. അപ്പൊ അതിന്റെ ഡിമാൻഡ് എപ്പോഴാണ്? അതിന് ഡിമാൻഡ് കുറയാ? എപ്പോഴാണ്? ഓവർ സപ്ലൈ ആവശ്യത്തിന് സപ്ലൈ ഉണ്ടാവുന്ന ഉൽപാദനം കൂടുമ്പോ
ആവശ്യത്തിന് സപ്ലൈ, പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാത്തതാണ്. ഇപ്പൊ ആവശ്യത്തിന് സപ്ലൈ ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറയും, അതിന് ഡിമാൻഡ് കുറയും അല്ലേ? ഇതല്ലേ ട്രേഡിങ്? ഇത് തന്നെയല്ലേ ട്രേഡിങ്? ഇത് തന്നെയാണ് ഫോറക്സ് ട്രേഡിംഗ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങൾ സിങ്ക് ട്രേഡ് ആണെങ്കിലും എന്താണ് വേറെന്താ ട്രേഡ്, ഓപ്ഷൻ ആണെങ്കിലും ഒക്കെ തന്നെയല്ലേ? അല്ലെ? നിങ്ങൾ എപ്പോഴാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? സെല് ചെയ്യാൻ എപ്പോഴാണ് ഉദ്ദേശിക്കുക? ഏറ്റവും മുകളിലുള്ള പോയിന്റ് ആവണം എന്നാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെന്നില്ല, പക്ഷെ ഏറ്റവും മുകളിലുള്ള പോയിന്റ് ആവണം എന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുക അല്ലേ? കാരണം മാക്സിമം പ്രോഫിറ്റ് ബൈ ചെയ്യുന്നത് എപ്പോഴാണ്? ഏറ്റവും കുറവ് വില കുറയുമ്പോൾ. ഇതാണ് ട്രേഡിങ്. നിങ്ങൾ ഏത് ഡെഫിനിഷൻ എവിടുന്ന് പഠിച്ചാലും ഇത്രയേ ഉള്ളൂ ട്രേഡിങ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ, ട്രേഡിങ്ങിന്റെ ഡെഫിനിഷൻ അതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കും, എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ബോൺസ് വാങ്ങിക്കും, ബോണ്ട് അറിയാലോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കമ്മോഡിറ്റി അറിയാലോ, വാങ്ങിക്കും. കറൻസീസ്, ഇതാണ് ഫോറക്സ്. കറൻസീസ് എന്ന് പറഞ്ഞാണ് ഫോറക്സ്. എന്താണ് ഫോറക്സിന്റെ മീനിങ് ആക്ച്വലി? ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ കറൻസികളെ ആണ് കണക്കൂട്ടുന്നത്. നമ്മൾ ട്രേഡിങ്ങിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലാണ്. രണ്ടിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എന്താണ്? പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത്. രണ്ടിന്റെയും പാറ്റേൺ ഒന്ന് തന്നെയാണ്. എന്താണ്? ഏറ്റവും വില കുറവുണ്ടാകുമ്പോൾ വാങ്ങിക്കുകയും ഏറ്റവും വില കൂടുതലുണ്ടാകുമ്പോൾ വിൽക്കുകയും അല്ലേ? ഇതിന്റെ പാറ്റേൺ ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമയത്ത് വിൽക്കണം വേണ്ടേ? നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? നമ്മുടെ ഏറ്റവും മോശം സമയം എന്ന് വെച്ചാൽ ഒരു ഏജായ സമയത്ത്, ഒരു 60 അല്ലെങ്കിൽ 70 വയസ്സുള്ള സമയത്ത് നമുക്ക് വിറ്റിട്ട് ആ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസോ കാര്യങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ലോങ് ടൈമിലുള്ള ആളുകൾ ചെയ്യാറ് അല്ലേ? ഫിനാൻഷ്യൽ ബേക്കപ്പിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാറ്. മറിച്ച് ഷോർട്ട് ടൈമിലുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? ഷോർട്ട് ടൈമിലുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള വലിയ ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പൈസ ഇപ്പോൾ വേണം, തിരിച്ചു കിട്ടണം. ആ ഒരു രീതിയിലാണ് ഷോർട്ട് ടൈം ചെയ്യുന്നത്. ആ ഷോർട്ട് ടൈമിൽ ചെയ്യുന്ന ആളുകളാണ് നമ്മളെ പോലുള്ള ആളുകൾ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡിങ് മനസ്സിലായി, ട്രേഡേഴ്സ് മനസ്സിലായി. എന്താണ് ട്രേഡിങ്ങിൻ്റെ ഉള്ള ഗുണങ്ങൾ? എന്തൊക്കെയായിരിക്കും ട്രേഡിങ്ങിനുള്ള ഗുണങ്ങൾ? എന്തൊക്കെയാണ് ട്രേഡിങ്ങിന്റെ മെയിൻ ഗുണം? എന്താണെന്ന് നമുക്ക് ഈ ട്രേഡിങ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ട്രേഡിങ്ങിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വതന്ത്രമായി ചെയ്യാം അല്ലെ? മറ്റൊരാളെ കീഴിൽ, മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടേതായ ഒരു ലോകത്തിരുന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. വേണ്ടത് നമുക്കതിന് ബാക്കപ്പ് വേണ്ട ഒരു സിസ്റ്റം വേണം, അതിനനുസരിച്ചുള്ള ഇന്റർനെറ്റും കാര്യങ്ങളും ഇതൊക്കെ വേണം അല്ലേ? ഗുണം അതല്ലേ? പിന്നെ അത് മാത്രമല്ല, മറ്റേതൊരു ബിസിനസ്സിനെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് പറ്റും. മൂന്നാമത്തെ എന്താണ്? നല്ലൊരു ട്രേഡറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്ടാവുക? വേറൊരു ജോബിനെയോ വേറൊരു കാര്യത്തെയോ ആശ്രയിക്കാതെ ട്രേഡിൽ കൂടെ തന്നെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ഈസി കാര്യങ്ങളും ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞത് അല്ലേ? എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന കാര്യമല്ലേ?